ഹായ്, നമ്മളിപ്പോൾ നല്ലൊരു സന്തോഷ വാർത്തയുമായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഖാദർ കരിപ്പൊടി അല്ലെങ്കിൽ ഖാദർ ആട്ടുംകാട്ടം അല്ലെങ്കിൽ റോക്കറ്റ് ഖാദർച്ച, അതുമല്ലെങ്കിൽ വത്സൻ ഖാദർ, പൊത്തിലമടക്കി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ വത്സൻ ഖാദറിന്റെ ജാമ്യം ഹൈക്കോടതി നിരപരാധികം തള്ളിയിരിക്കുന്നു. സ്ഥിരം കുറ്റവാളിയായ ഖാദർ കരിപ്പൊടിക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യമായി പോകുമെന്നാണ് കോടതിയുടെ കണ്ടെത്തലുകൾ. കൂടാതെ ഇവൻ എന്തൊക്കെയാണ് നമ്മുടെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അല്ലെങ്കിൽ ഇവന്റെ വക്കീൽ സമർപ്പിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവന് ഒന്നാമതായിട്ട് ഇവൻ പറയുന്നത് ഈ കേസുമായി ഇവന് ബന്ധമില്ല, എന്നെ ഇതിൽ പ്രതി ചേർത്തതാണ്, ഇതിലൊരു തെളിവുമില്ല. ഇങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലും ന്യൂസുകളിലും പ്രചരിച്ച് നിലനിൽക്കവെയാണ് ഇതുപോലുമായുള്ള ഒരു വിടലുമായിട്ട് ഖാദർ കരിപ്പൊടിയുടെ വക്കീലും ഖാദർ കരിപ്പൊടിയെ നുണയൻ, ഖാദർ കരിപ്പൊടിയുടെ വക്കീലും നുണയാണ്. അല്ലോ വക്കീലന്മാർ എനിക്കെന്നെ കൊണ്ട് വയ്യ. ഇനി ഇത് കൂടാതെ വരാനുള്ളത് എന്താ? രാഷ്ട്രീയപേരിതമായ ഒരു കേസ് മാത്രം. അത് രാഷ്ട്രീയപേരിതമല്ലല്ലോ മോനെ. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്ത് വന്നതല്ലേ? പോയി അകത്ത് കിടക്കട വേണമേ. ഇനി നിന്നോടൊക്കെ അതേ പറയാനുള്ളൂ. 2ാം പ്രതി കീഴടങ്ങിന്നൊക്കെ പറയുന്നുണ്ട്. ഇവനെ പറ്റിയ മുന്നേ ഞാൻ സഫാ മെഹനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവന്റെ രക്ഷ ആരായിരുന്നു കാസർഗോഡ് ജില്ലയിൽ? അത് ഹാഷിം ബംറാണി എന്ന് പറയുന്ന ക്രിമിനൽ ആയിരുന്നു. ഹാഷിം ബംറാണി പിടുത്തം കയ്യിൽ നിന്ന് വിട്ടപ്പോ ഖാദർ കരിപ്പൊടിയും കയ്യിൽ നിന്ന് പോയി. അതാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇതുപോലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ പണവും പെണ്ണും നേടിയെടുക്കുന്ന ഖാദർ കരിപ്പൊടിക്ക് ഇതെന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. നിയമത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കാസർഗോഡ് രാജാവ് എന്നറിയപ്പെടുന്ന കളക്ടറാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഖാദർ കരിപ്പൊടിക്ക് അടി പതറിയിരിക്കുകയാണ്. പല നിരപരാധികളുടെ പേരിലും കള്ളക്കേസുകൾ കൊണ്ടുവരാനും കള്ളപ്രചരണങ്ങൾ നടത്തുവാനും അഹോരാത്രം പ്രവർത്തിച്ച ഖാദർ കരിപ്പൊടിക്ക് അതുമൂലം തന്നെ കർമ്മയുടെ ഫലമായി തന്നെ ഇന്ന് കിട്ടിയ പണിയെ നമുക്ക് കാണാൻ പറ്റും. ഖാദർ കരിപ്പൊടിയുടെ ജാമ്യം എതിർത്തുകൊണ്ട് ശക്തമായി വാദിച്ചത് നിഖിൽ നാരായണൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുന്നേയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഈ കാര്യങ്ങളും കൂടി ഞാൻ കൂട്ടിക്കലർത്തുന്നില്ല, അപ്പൊ കാര്യം ഹരം പോയി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഖാദർ കരിപ്പൊടി, ഇത് നിനക്ക് അള്ളാഹ് വിധിച്ച അല്ലെങ്കിൽ ദൈവം ഏതാണോ ആ ദൈവം വിധിച്ച കർമ്മയുടെ ഫലമാണ് ഇനി അനുഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനി എന്നാണ് കീഴടങ്ങുന്നത്? അതോ ഇനി സുപ്രീം കോടതിയിൽ പോയി? ഈ പോക്കാണ് സുപ്രീം കോടതിയിൽ പോകുന്നെങ്കിൽ ഒക്കെ കയ്യിൽ നിന്ന് പോകും. ഈ പോക്കാണ് സുപ്രീം കോടതിയിൽ പോകുന്നത്. സുപ്രീം കോടതിയിലൊന്നും പോലെ ഈ ഹൈക്കോടതി ഈ വക്കീലൊക്കെ ഈ കണ്ടന്റ് ഒക്കെ വെച്ച് വാദിച്ചാണെങ്കിൽ എങ്ങനെ സുപ്രീം കോടതിയിൽ പോകാനാ? എല്ലാ ഖാദറെ ഇപ്പൊ 1.5 മാസത്തോളമായിട്ട് ഇപ്പൊ പുറത്താണ് ഉള്ളത്. ഇനിയിപ്പോ ആൽഫിയുടെ കുൽഫിയൊക്കെ എന്താവും ഖാദറെ എന്ന് വെച്ചാൽ ഇപ്പൊ പണ്ട് വാട്സപ്പിലൊക്കെ അയച്ച മെസ്സേജിന് റിപ്ലൈ എങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല, കാണാനുമില്ല പണ്ടാറും. സത്യം ഡിജില്ലായിട്ടൊരു ഹരമില്ല ഖാദറെ. പുറത്തോട്ട് വാടാ, പുറത്തോട്ട് വാ. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നത്. സത്യം പറയാൻ ഭയങ്കര സന്തോഷ. ഒരുപാട് നിരപരാധികളുടെ കണ്ണീരിന്റെ ഫലം അല്ലെങ്കിൽ അവർ അനുഭവിച്ച വേദനയുടെ ഫലമാണ് ഖാദർ കരിപ്പൊടി നീ നെട്ടോട്ട് മൂടുന്നതും നരകിക്കുന്നതും. ഓക്കെ, അപ്പോൾ സന്തോഷപൂർവമായ കാര്യങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇതുപോലത്തെ ബോൺ ക്രിമിനലിനെ മുൻകൂർ ജാമ്യം കൊടുത്ത് നിയമത്തെ തന്നെ നമുക്ക് ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആക്കി തീർക്കാത്തതിന് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിക്കും ഹൈക്കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ, അപ്പൊ ഖാദർ കരിപ്പൊടി നിനക്ക് ഞാൻ തരുന്നത് വേറെയാണ്. നാളെ വരട്ടെ. ഓക്കെ, ശരി, ടാറ്റാ.